ഇന്ന് നമുക്ക് കിട്ടിയേക്കുന്ന ചെറിയ നെത്തരാണ്. ചെറിയ സ്ഥലത്ത് ഇതിന് നെത്തോലി എന്നൊക്കെ പറയും. ഇത് ഫ്രിഡ്ജിലെടുത്ത് വെച്ചതായിരുന്നു ഇന്നലെ. അപ്പോൾ ഇന്ന് ഞാനത് മുറിക്കാൻ മുറിച്ച് കറി വെക്കണം. അപ്പോൾ അതിൽ കടലാസൊക്കെ ഒട്ടിപ്പിടിച്ച് കിടക്കുകയാണ്. ആദ്യം തന്നെ ഞാൻ വെള്ളമൊക്കെ ഒഴിച്ചപ്പം കടലാസ് പെട്ടെന്ന് തന്നെ നമ്മുടെ മീനിന് അങ്ങോട്ട് വേറിട്ട് തന്നെ നിന്നിട്ടോ. പിന്നെ നമ്മൾ മീൻ കട്ട ഉടച്ച് ഇങ്ങനെ വെച്ചാൽ വേഗം ഇതിൻ്റെ തണുപ്പ് വിടും. അല്ലെങ്കിൽ തണുപ്പ് വിടാത്തിട്ട് പ്രയാസമുണ്ടാകും. അപ്പോൾ ഞാൻ ഓരോരോ മീനായിട്ട് ഇങ്ങനെ കട്ട ഉടച്ച് വിടുകയാണ്. പിന്നെ അതിൻ്റെ ഇടയിൽ നമുക്കൊരു കുട്ടി അയിലക്കുട്ടി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അടച്ച് പിടിച്ച മഴയാണെന്ന് മക്കൾക്കൊന്ന് സ്കൂളിൽ. അപ്പോൾ എല്ലാം നേരം വൈകിട്ടാണ് നടക്കുന്നത്. അപ്പോൾ എല്ലാം വൈകിപ്പോയി. ഇന്നിപ്പം ചായയൊക്കെ കുടിച്ചത് നമ്മൾ 11 മണി 12 മണിയൊക്കെ അയക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണ് മീൻ ചോറൊക്കെ കറികളൊക്കെ വെക്കുന്നത്. മഴ നിൽക്കുന്നേ ഇല്ല, നല്ല മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളിത് കട്ടയൊക്കെ ഉടച്ചിട്ട് ഇതൊന്ന് മുറിച്ചെടുക്കാം കേട്ടോ. ഏറ്റവും എളുപ്പമുള്ള മീനാണ് ഇത് മുറിച്ചെടുക്കാൻ. അപ്പോൾ നമ്മൾ ഐസിട്ട വെള്ളമൊക്കെ ഒന്ന് മാറ്റി വേറൊരു വെള്ളത്തിലേക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ. ഏറ്റവും എളുപ്പമുള്ള മീനുമാണ്. ഏറ്റവും നേരം മുറിക്കാൻ ഏറ്റവും നേരം വേകുന്ന മീനും ഇതാണ് കേട്ടോ. ഏറ്റവും എളുപ്പം എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ തലയും വാലൊന്ന് മാറ്റിയെടുത്താൽ മതി. പിന്നെ നമ്മളൊന്ന് ഉപ്പിട്ട് ഉരച്ചാൽ മതി കേട്ടോ. ഇതിൻ്റെ ചുണങ്ങെന്ന് പറയുന്നതൊക്കെ മാറിക്കിട്ടും കേട്ടോ. അപ്പോൾ തണുപ്പൊക്കെ വിട്ട് ഞാൻ മുറിച്ചെടുക്കണം. തലയും വാലയൊക്കെ ഒന്ന് വേറെ ആക്കിയിട്ട് അങ്ങനെ ഒരു 4-5 മീൻ ഒരുമിച്ച് ഇങ്ങനെ മുറിച്ചിട്ട് ലാസ്റ്റ് അതിൻ്റെ വേസ്റ്റ് അങ്ങോട്ട് മാറ്റിയാൽ മതി. എളുപ്പമാണ് മീൻ, പക്ഷേ തോനെ നേരം പിടിക്കും. ചെറിയ മീനതിനെ കൊണ്ട് മുറിച്ചെടുക്കാൻ തോനെ തന്നെ സമയം പിടിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ മീനൊക്കെ മുറിച്ച് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ മീൻ പൊരിച്ചാലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ നമ്മൾ മീനൊക്കെ മുറിച്ച് ഇത്തിരി ഉപ്പൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഉരച്ച് കഴുകിയാൽ നല്ല വൃത്തിയാവും കേട്ടോ. ചുണങ്ങൊക്കെ മാറി നല്ല വൃത്തിയാവും. 2-3 വെള്ളത്തിൽ കഴുകി കൊടുത്താൽ മതി കേട്ടോ. മീനിങ്ങനെ ഉപ്പിട്ട് ഉരയ്ക്കുന്നത് കൊണ്ട് വേറൊരു ഗുണം പോലെയുണ്ട്. മീനിനുണ്ടാകുന്ന ഒരു ഉളുമ്പ് മണമൊക്കെ മാറി കിട്ടും. നല്ല ഫ്രഷ് മീനായി കിട്ടും. നല്ല ഇതിൻ്റെ ചുണങ്ങൊക്കെ മാറി നല്ല മീനായി കിട്ടും ഇങ്ങനെ കഴുകുന്നത് കൊണ്ട്. അപ്പോൾ നമ്മൾ 2-3 വെള്ളത്തിലൊക്കെ കഴുകിയപ്പോൾ തന്നെ മീൻ നല്ല വൃത്തിയായിട്ടുണ്ട്. ഇനി നമ്മളിതൊരു പാത്രത്തിലേക്ക് മാറ്റി നമ്മൾ മൺചട്ടിയിലാണ് കേട്ടോ കറി വെച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മളിതൊന്ന് കറി വെച്ചെടുക്കാൻ പോവുകയാണ്. നമുക്ക് ആദ്യം തന്നെ ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കിയെടുക്കാം. നമ്മൾ തേങ്ങ അരച്ചെടുക്കുക. അതിന് നമ്മൾ ആദ്യം തന്നെ ഇഞ്ചിയാണ് അരച്ചെടുക്കുന്നത്. അല്ലെങ്കിൽ തേങ്ങേൻ്റെ കൂട്ടത്തിൽ ഇഞ്ചി അങ്ങനെ അരഞ്ഞ് കിട്ടത്തില്ല. അപ്പോൾ ആദ്യം തന്നെ ഇഞ്ചി അരച്ച് പിന്നെ തേങ്ങേൻ്റെ കൂടെ ഇഞ്ചി അരച്ചാൽ ഇഞ്ചി നന്നായിട്ട് അരിഞ്ഞ് കിട്ടും കേട്ടോ. പിന്നെ നമ്മൾ തേങ്ങയുടെ കൂടെ കൊച്ചുള്ളിയാണ് അരച്ചെടുക്കുന്നത്. വേണമെങ്കിൽ 2 പച്ചമുളകും ഇട്ട് നന്നായിട്ട് അരച്ചെടുക്കുക കേട്ടോ. പിന്നെ നമ്മൾ അതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി വേണം കേട്ടോ. ഈ മീൻ മല്ലിപ്പൊടിയുടെ ആവശ്യമില്ല. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. എന്നിട്ട് നമ്മളത് ചട്ടിയിലേക്ക് മാറ്റാണ് കേട്ടോ ചെയ്യുന്നത്. നമ്മുടെ എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടി എടുക്കുക. ഞാനിപ്പോൾ ഇവിടെ പച്ചമുളക് എടുക്കുന്നില്ല, അതുകൊണ്ട് മുളക് പൊടി തോനെ തന്നെ എടുക്കുന്നത്. നമ്മൾ ഇത്തിരി മുളകൊക്കെ ഇവിടെ ഇത്തിരി വേണം. നമ്മുടെ എരിവിനനുസരിച്ചൊക്കെ എടുത്താൽ മതിട്ടോ. പിന്നെ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് വെള്ളം ഇട്ടിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ കുടംപുളിയാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. കുടംപുളി വെള്ളത്തിലിട്ട് വെച്ചാൽ കുറച്ച് നേരം ആയിട്ടുള്ളൂ കേട്ടോ. വെള്ളത്തിലിട്ട് വയ്ക്കാൻ മറന്നുപോയി. അങ്ങനെ വെള്ളത്തിലിട്ട് വെക്കേണ്ട ആവശ്യമില്ല. ഇത് കറീൻ്റെ അപ്പം തന്നെ ഇത് കിടന്ന് തിളച്ച് വെന്ത് അതിൻ്റെ പുളിയുടെ ടേസ്റ്റൊക്കെ പറക്കും എല്ലായിടത്തേക്കും. അപ്പോൾ നമ്മളിത് അരച്ച് വെച്ചത് ചട്ടിയിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ മിക്സി കഴുകിയ വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നമ്മൾ തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട്. തക്കാളി നമ്മൾ തൊലി കളഞ്ഞിട്ടാണ് മുറിച്ചിടാറുള്ളത്. ഇവിടെ അടുത്തുള്ള ചേച്ചി പറഞ്ഞതാണ് നമ്മൾ തൊലിയോട് കൂടി വേവിക്കരുത്, അതിലെന്തോ പ്ലാസ്റ്റിക്കിൻ്റെ സത്ത് ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് ശരിയാണോ എന്നറിയില്ല. പക്ഷെ ഒരാൾ പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് അങ്ങനെ ചെയ്തെടുക്കാമല്ലോ. അങ്ങനെ നമ്മൾ പച്ചമുളക് ഉപയോഗിക്കുന്നില്ല കേട്ടോ. നമ്മൾ തക്കാളി ഇടുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കരിവേപ്പില ഇട്ട് നന്നായിട്ടൊന്ന് ഇത് വേവിച്ചെടുക്കണം. അതിന് ശേഷം മീനിട്ടാൽ മതി. വേവ് കുറഞ്ഞ മീനായതിനെ കൊണ്ട് നമ്മൾ നല്ല തിളച്ചതിന് ശേഷം മീനിട്ട് കൊടുക്കട്ടെ. അതിൽ കിടക്കുന്നത് ഒരു കോഴിമുട്ടയാണ്. നമ്മുടെ ചെറിയ മോള് അങ്ങനെ ചെറിയ മീനുകളൊന്നും കഴിക്കില്ല. അപ്പോൾ അവൾക്ക് വേണ്ടി ഒരു കോഴിമുട്ട ഇട്ട് കൊടുത്താണ്. കോഴിമുട്ട അവളങ്ങനെ കൂട്ടത്തൊന്നുമില്ല, എന്നാലും മീൻ തീരെ കൊടുക്കില്ല. അപ്പോൾ കുറച്ച് ചോറ് ഉണ്ണാനും വെച്ചിട്ട് കോഴിമുട്ട ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ നമ്മളെ കറിയൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് കേട്ടോ. അത് പറഞ്ഞ പോലെ അധികം വേവില്ലാത്ത മീനായതിനെ കൊണ്ട് ഒന്ന് തിളച്ചാൽ മതി. അതിന് മുന്നേ നമ്മൾ തേങ്ങയൊക്കെ നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മളെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊന്ന് കടുക് ഇട്ട് ഉള്ളി മൂപ്പിച്ച് ചേർത്ത് കൊടുക്കട്ടെ. ഞാൻ ഇവിടെ വറവിടുന്നില്ല. നല്ല ഇങ്ങനത്തെ ഈ മീനൊക്കെ നെത്തല് ചൂടങ്ങനത്തെ മീനൊക്കെ ഇത്തിരി എരിവ് മുന്നിൽ നിൽക്കണം കേട്ടോ. എന്നാലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. താങ്ക്